ഹായ് ഗായ്സ്, ഇന്ന് നമ്മുടെ റിയാക്ട് ലേണിംഗ് ഹബിന്റെ ഡേ 12 സെക്ഷനാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിയാക്ടിന്റെ പോപ്പുലറായ UI ഫ്രെയിംവർക്സിനെ കുറിച്ചാണ്. സോ എന്താണ് ഫ്രെയിംവർക്സ് എന്ന് വെച്ചാൽ പലരും പല ക്ലാസ്സിലും നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും ഫ്രെയിംവർക്ക്. സോ റിയാക്ടിലെ UI ഫ്രെയിംവർക്സ് എന്ന് വെച്ചാൽ എന്താണ്? സോ ഫ്രെയിംവർക്സ് എന്താണെന്ന് ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. സോ നിങ്ങളൊരു ഡ്രസ്സ് എടുക്കാൻ പോവുകയാണെന്ന് വിചാരിക്കാം. സോ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ രണ്ട് തരത്തിൽ ആൾക്കാരുണ്ടാവും. ഒരു തരത്തിൽ ആൾക്കാർ റെഡിമെയ്ഡ് ആയിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കും. മറ്റു ചിലർ ക്ലോത്ത് വാങ്ങി അത് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യും. സോ ഇത് റിയാക്ടിന്റെ കേസിലായിട്ട് നമ്മൾ കൊളാബറേറ്റ് പറഞ്ഞാൽ, സോ CSS ട്രഡീഷണൽ ആയിട്ടുള്ള CSS യൂസ് ചെയ്യുന്നവരെ നമ്മൾ ക്ലോത്ത് വാങ്ങി നമുക്ക് വേണ്ട രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യുമെന്ന് പറയാം. ലൈക്ക് നമുക്ക് വേണ്ട ഫയൽ നമ്മൾ നമ്മളുടേതായ രീതിയിൽ സ്റ്റൈലിംഗ് എഴുതി, മീൻസ് ഹെഡറിലാണെങ്കിൽ header.css പ്രത്യേകമായ ഒരു CSS ഫയൽ എഴുതി അതിൽ നമുക്ക് വേണ്ട സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യും. അത് നമ്മുടെ ട്രഡീഷണൽ ആയ വേ, അതായത് ക്ലോത്ത് വാങ്ങി സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിൽ കാണുക. മറിച്ച് നമ്മളെ റെഡിമെയ്ഡ് ആയിട്ട് ഈ CSS ഒക്കെ നമുക്ക് ഇൻബിൽഡ് ആയിട്ട് കിട്ടുമെങ്കിലോ, സോ അതിനെ പറയുന്ന പേരാണ് നമ്മുടെ UI ഫ്രെയിംവർക്സ്. സോ എന്തൊക്കെ തരത്തിലുള്ള UI ഫ്രെയിംവർക്സ് ആണ് ഇപ്പോൾ നമ്മുടെ കറന്റ് അവൈലബിൾ ആയിട്ടുള്ളത്? സോ പോപ്പുലർ ആയിട്ടുള്ള ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്ന UI ഫ്രെയിംവർക്സ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. സോ ഇവിടെ ഞാൻ കുറച്ച് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നമ്മുടെ ഈ പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഫ്രെയിംവർക്സ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ മെറ്റീരിയൽ UI ഉണ്ട്, പിന്നെ Tailwind CSS ഉണ്ട്, പിന്നെ Reactstrap ഉണ്ട്. സോ ഈ ഓരോന്ന് നമ്മൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം നമ്മുടെ റിയാക്ട് പ്രൊജക്റ്റിൽ, എങ്ങനെ നമുക്ക് ഇൻബിൽഡ് ആയിട്ട് CSS എഴുതാതെ ഇതിന്റെ സഹായത്തോടു കൂടി നമുക്ക് സ്റ്റൈലിംഗ് ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ കൂടാതെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു റിയാക്ട് UI ഫ്രെയിംവർക്സ് പഠിക്കേണ്ടത് മസ്റ്റ് ആണോ എന്ന്. നിങ്ങൾക്കിത് മസ്റ്റ് അല്ല, നിങ്ങൾക്ക് ഓപ്ഷണൽ ആയിട്ട് ഉള്ള ഒരു വേ മാത്രമാണ് ഈ ഒരു UI ഫ്രെയിംവർക്സ്. നിങ്ങൾക്ക് ട്രഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് CSS യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിയാക്ട് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ഒരു UI ഫ്രെയിംവർക്ക് പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? നിങ്ങൾക്ക് ഒന്നാമത്തെ ഗുണം, നിങ്ങൾക്ക് ഇന്റർവ്യൂസിന് പോകുമ്പോൾ റിയാക്ടിന്റെ കൂടി ഒരു UI ഫ്രെയിംവർക്സ് കൂടി അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്റർവ്യൂവിന് നിങ്ങൾക്ക് കുറച്ചും കൂടി സ്ട്രെങ്ത് തരും, ചാൻസസ് കൂടും. പിന്നെ നിങ്ങൾ വേറെ ഏതെങ്കിലും ജോബ് ചേഞ്ചിന് പോകുമ്പോൾ റിയാക്ടിന്റെ കൂടെ ഒരു ഫ്രെയിംവർക്കും കൂടി അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാലറി ഹൈക്ക് കിട്ടാനും ചാൻസ് ഉണ്ട്. സോ റിയാക്ട് പഠിക്കുമ്പോൾ A to Z നിങ്ങൾ പഠിക്കണം എന്നുള്ള ഒരു കൂടിയാണ് ഞാനൊരു ഈ ഒരു 15 days ചാലഞ്ച് വെച്ചിട്ടുള്ളത്. സോ റിയാക്ടിന്റെ എല്ലാ തരത്തിലുള്ള ഇതിലേക്കും ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. സോ മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യുക. സോ ഇനി വരുന്ന സെക്ഷന് ഇനി വരുന്ന ടൈമിൽ നമുക്ക് ഇനി വരാൻ പോകുന്ന സ്ലൈഡിൽ നമുക്ക് എങ്ങനെ ഈ ഓരോ ഫ്രെയിംവർക്സും ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ റിയാക്ട് പ്രൊജക്റ്റിൽ യൂസ് ചെയ്യാന്ന് പഠിക്കാം. സോ വിത്തൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് കോഡ് ഗൈസ്. സോ ഗൈസ്, നമുക്കൊരു റിയാക്ട് ആപ്ലിക്കേഷൻ ഫസ്റ്റ് ഓഫ് ഓൾ ക്രിയേറ്റ് ചെയ്യാം. സോ അതിനായിട്ട് NPS ക്രിയേറ്റ് റിയാക്ട് ആപ്പ്, ജസ്റ്റ് MUI ആപ്പ് എന്ന് കൊടുക്കുക. സോ ഓരോന്നിനും നിങ്ങളിങ്ങനെ ഓരോ ആപ്ലിക്കേഷൻ ഉണ്ടാക്കണം. ജസ്റ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം ഓരോ ആപ്ലിക്കേഷനിൽ ചെയ്യാം, പക്ഷേ നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ആവും. സോ ഓരോന്നും നിങ്ങൾ ഇപ്പോൾ ഞാൻ അടുത്തത് Reactstrap പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് NPS ക്രിയേറ്റ് ആപ്പ് Reactstrap ആപ്പ് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൽ Reactstrapന്റെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളും ചെയ്യണം. അതുപോലെ Tailwindന്റെ CSS ആയാലും അതിൻ്റെതായ ഒരു പ്രൊജക്ട് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഇൻസ്റ്റാൾ ചെയ്യണം. സോ നമുക്ക് ഇത് ജസ്റ്റ് ഇൻസ്റ്റാളേഷൻ വെക്കാം. സോ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാം. സോ ഗൈസ്, നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. സോ ജസ്റ്റ് നമുക്കത് നമ്മുടെ VS കോഡിൽ ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് അതിനു വേണ്ടി നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് പോവുക. ജസ്റ്റ് CMD ടൈപ്പ് ചെയ്ത് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആവും. ജസ്റ്റ് കോഡ് സ്പേസ് ഡോട്ട് ടൈപ്പ് ചെയ്ത് എൻ്റർ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രൊജക്റ്റ് നമ്മുടെ VS കോഡിൽ ഓപ്പൺ ആവുന്നതാണ്. ജസ്റ്റ് നമ്മൾ ബാക്കിയൊക്കെ ക്ലോസ് ചെയ്യാം. സോ കൺട്രോൾ ചെയ്ത് ടെർമിനൽ ഓപ്പൺ ചെയ്യാം. സോ ബാക്കിയൊക്കെ ക്ലോസ് ചെയ്യാം. ജസ്റ്റ് NPM സ്റ്റാർട്ട് അടിക്കുന്നു. സോ നമ്മുടെ ജസ്റ്റ് ലോക്കൽ ഹോസ്റ്റിൽ റൺ ചെയ്യിക്കുന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് മെറ്റീരിയൽ UI എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, സോ അതെങ്ങനെ യൂസ് ചെയ്യാന്നാണ്. സോ അതിനു വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെറ്റീരിയൽ UIന്റെ വെബ്സൈറ്റിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ ജസ്റ്റ് നിങ്ങൾ അത് വിസിറ്റ് ചെയ്യുക. സോ വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റിലേക്ക് നാവിഗേറ്റ് ആവും. ഇത് MUIന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഓക്കെ, സോ MUI കൊണ്ട് നിർമ്മിച്ച ഒരുപാട് ആപ്ലിക്കേഷൻ ഇവിടെ കാണാം. ആമസോൺ, സ്പോട്ടിഫൈ, നാസ, നെറ്റ്ഫ്ലിക്സ് അങ്ങനെയുള്ള വെബ്സൈറ്റ്സ് ഒക്കെ നമ്മുടെ ഈ മെറ്റീരിയൽ UI കൊണ്ട് ബിൽഡ് ചെയ്തിട്ടുള്ളതാണെന്നാണ് ഇവർ പറയുന്നത്. സോ ജസ്റ്റ് നമുക്ക് ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യാം.
സോ ഫസ്റ്റ് ഓഫ് ഓൾ മെറ്റീരിയൽ UI എന്താണ് അതിന്റെ കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടാണ്, ഡോക്യുമെന്റേഷൻ നിങ്ങൾ വായിച്ചു പോവുക. സോ അതിനെപ്പറ്റി മാക്സിമം നോളജ് ലഭിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ ജസ്റ്റ് അതിനുശേഷം ഇൻസ്റ്റാളേഷൻ ക്ലിക്ക് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ ഇൻസ്റ്റാളേഷന്റെ കോഡ്. ജസ്റ്റ് കോപ്പി ചെയ്യുക, ജസ്റ്റ് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് വരിക, ജസ്റ്റ് ടെർമിനലിൽ പോയി ന്യൂ ടെർമിനൽ ക്ലിക്ക് ചെയ്യുക. സോ ഒരു പുതിയ ടെർമിനൽ ഓപ്പൺ ആവും, ജസ്റ്റ് അത് പേസ്റ്റ് ചെയ്യുക, എൻ്റർ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മെറ്റീരിയൽ UI നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് ഇൻസ്റ്റാൾ ആവും. സോ അത് ഇൻസ്റ്റാൾ ആകാൻ വേണ്ടി അവിടെ വെക്കുക. സോ അതിനുശേഷം നമുക്ക് വെബ്സൈറ്റിലേക്ക് വരാം. സോ മെറ്റീരിയൽ UI എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ജസ്റ്റ് നമുക്ക് താഴോട്ട് ഈ കോമ്പണൻസ് വരാം. ഈ കോമ്പണൻസിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഐറ്റംസും റിയാക്റ്റിൽ യൂസ് ചെയ്യുന്ന ബട്ടൺ ആവട്ടെ, ഇതൊക്കെ ഇൻബിൽട്ട് ആയിട്ട് ക്ലാസ്സസ് ഒക്കെ എഴുതി ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇവിടെ കണ്ടോ, ബട്ടൺ വേരിയന്റ് ടെക്സ്റ്റ്, ഈ സാധനം കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ബട്ടൺ കിട്ടും. സോ ജസ്റ്റ് ഈ ഒരു ബട്ടൺ കോപ്പി ചെയ്തിട്ടുണ്ട്, ഈ കണ്ടെയ്നർ എന്നുള്ള ഈ ഒരു ബട്ടണോട് ഈ സ്റ്റൈലോടെ വരും. ഈ വേരിയന്റ്, ഈ കണ്ടെയ്നർ, ഇതൊക്കെ ഇൻബിൽട്ട് ആയിട്ടുള്ള സ്റ്റൈലാണ് ഈ ബട്ടൺ എന്നുള്ളത്. ഓക്കെ, സോ ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഈ ബട്ടൺസ് ഒക്കെ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ UI നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. സോ അത് ഞാൻ പറഞ്ഞുതരാം. സോ ജസ്റ്റ് ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നതാണ്. സോ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഐ മീൻ സ്റ്റൈലിംഗ് ചെയ്യേണ്ട ഇൻബിൽഡ് ആയിട്ട് സ്റ്റൈൽ ചെയ്ത ബട്ടൺ ഗ്രൂപ്പ്, ഓരോ 3 ബട്ടണിന്റെ ഇൻബിൽഡ് ആയിട്ടുള്ള സ്റ്റൈലിംഗ് ഉണ്ട്. പിന്നെ റേഡിയോ ഗ്രൂപ്പ്, സ്ലൈഡർ, ജസ്റ്റ് സ്ലൈഡർ നോക്കാം എന്താണ് സ്ലൈഡർ എന്ന്. സോ ഒരുപാട് തന്നെ ബട്ടൺ, വെറൈറ്റീസ് ഓഫ് ബട്ടൺ ഉണ്ട്. ഓക്കെ, സോ ഇത് കണ്ടു, ഇതെല്ലാം ഇൻബിൽട്ട് ആയിട്ടുള്ള റിയാക്ടിന്റെ സ്ലൈഡേഴ്സ് ആണ്. സോ നിങ്ങൾക്ക് കാണാൻ അതിന്റെ വാല്യൂസും പോകുന്നുണ്ടാവും. ഓക്കെ, സോ ജസ്റ്റ് ടെക്സ്റ്റ് ഫീൽഡ് ഉണ്ട്, ബാഡ്ജ് ഉണ്ട്. ഓക്കെ, ഒരുപാട് കോമ്പണൻസ് ഇൻബിൽഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഇത് കോപ്പി പേസ്റ്റ് ചെയ്ത് യൂസ് ചെയ്താൽ മതി. മെറ്റീരിയൽ UI ഇപ്പോൾ നമ്മുടെ പ്രൊജക്റ്റിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. സോ അതിന് പുറമെ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വന്ന് ഗെറ്റ് ഇൻസ്റ്റാൾഡ് ക്ലിക്ക് ചെയ്തു, ഇൻസ്റ്റാളേഷനിൽ പോയാൽ സോ ഇപ്പോൾ നമ്മൾ ഈ മെറ്റീരിയൽ UI മാത്രമാണ് നമ്മുടെ പ്രൊജക്റ്റിൽ ഇൻസ്റ്റാൾ ചെയ്തത്. സോ നമുക്കിനി അതിലെ 2 ഫോൺസ് അല്ല, ജസ്റ്റ് നമുക്ക് ഇതിന്റെ ഐക്കൺസും കൂടി ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഐക്കൺ ഇൻസ്റ്റാൾ ചെയ്യാൻ വെക്കുക, കോപ്പി ഇവിടെ പേസ്റ്റ് ചെയ്യുക, എൻ്റർ ക്ലിക്ക് ചെയ്താൽ ഇത് ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ആവുന്നതാണ്. ഓക്കെ, സോ അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഫോൺസും കൂടി ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ വെക്കാം. ജസ്റ്റ് npm ഇൻസ്റ്റാൾ കോപ്പി ചെയ്യുക, ഇവിടെ വന്ന് ഇപ്പം ഇൻസ്റ്റാൾ ആവുന്നുണ്ടാവും. ജസ്റ്റ് ന്യൂ ടെർമിനൽ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യാം. സോ അത് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നുണ്ടാവും, സ്റ്റാർട്ട് ചെയ്യും. സോ അത് നമ്മൾ ഇൻസ്റ്റാളേഷനിൽ വെക്കുക. സോ അതിനുശേഷം നമുക്ക് ഇതിനകത്തുള്ള ഒരു എക്സാമ്പിൾ എങ്ങനെ നമുക്ക് ഒരു കോമ്പൗണ്ട് നമുക്ക് മെറ്റീരിയൽ UI വെച്ചിട്ട് റിയാക്ട് പ്രോജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. സോ ആ ഒരു ഫോൺസും ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. സോ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് നമ്മുടെ മെറ്റീരിയലിന്റെ വെബ്സൈറ്റിൽ വരിക. ഇതിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോമ്പൗണ്ട്സ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് റാൻഡം ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. ജസ്റ്റ് ഇവിടെ എ ബാർ എന്നുള്ള ഒരു കോമ്പൗണ്ട് നമ്മൾ ചൂസ് ചെയ്തു. ഇതിൽ നമുക്ക് ഒരു നല്ലൊരു ഈ ഒരു MUI എന്നുള്ള ഈ ഒരു ആപ്പ് ബാർ എന്നുള്ള ഈ ഒരു നെയിം ബാർ എന്നുള്ള ഈ ഒരു കോമ്പൗണ്ടിന്റെ കോഡ് നമുക്ക് ഇൻബിൽഡ് ആയിട്ട് MUI തരും വിത്ത് സ്റ്റൈലിങ്ങോട് കൂടി. അത് ഇവിടെ ജസ്റ്റ് കോപ്പി ചെയ്ത സോഴ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ക്ലിപ്പ് ബോർഡിൽ അത് കോപ്പി ആയിട്ടുണ്ടാവും. ജസ്റ്റ് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് വരിക, കൺട്രോൾ A അടിച്ച് ഇത് ഫുൾ ക്ലിയർ ആയതിനു ശേഷം കൺട്രോൾ V അടിച്ച് കൺട്രോൾ S അടിക്കുക. ഓക്കെ, ഇത് ഓൾറെഡി സേവ് ആയിട്ടുണ്ടാവും. ജസ്റ്റ് ഇനി നമ്മൾ റൺ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ npm സ്റ്റാർട്ട് എടുത്ത് റൺ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി റൺ ആണെങ്കിൽ നിങ്ങൾ അടിക്കണ്ട. ജസ്റ്റ് ഓട്ടോമാറ്റിക്കായി റൺ ആയതുകൊണ്ട് ജസ്റ്റ് നമ്മുടെ റിയാക്ട് ആപ്പിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ MUI എന്നുള്ള ഈ ഒരു നെവ് ബാർ ഇൻബിൽഡ് ആയിട്ട് വന്നിട്ടുണ്ടാവും. നമ്മൾ CSS ഇങ്ങനെ കഷ്ടപ്പെട്ട് എഴുതി നമ്മളിവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്ത് അങ്ങനെയുള്ള ഏതെങ്കിലും ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നമ്മൾ അവിടുത്തെ കോഡ് എടുത്ത് നമ്മുടെ ആവശ്യത്തിന് ഇവിടെ മാറ്റം വരുത്തിയാൽ മതി. സോ MUI എന്നുള്ളടുത്ത് നിങ്ങൾക്ക് പേര് കൊടുക്കാം, എന്തുവാണെങ്കിലും ഇവിടെ മാറ്റം വരുത്താം. ഓക്കെ, ജസ്റ്റ് ഫ്ലിക്സ് കൊടുക്കുന്നു, ജസ്റ്റ് കൺട്രോൾ S അടിക്കുന്നു. സോ വെബ്സൈറ്റിൽ പോയി നോക്കുന്നു, ടെക്ഫ്ലിക്സ് ആയി. സോ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ് മെറ്റീരിയൽ UI. ഇതിൽ ഓരോ കോമ്പൗണ്ട് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് പഠിക്കുക. ഓക്കെ, സോ മെറ്റീരിയൽ UIന്റെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് Reactstrap എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, ഓക്കെ, അതെങ്ങനെ യൂസ് ചെയ്യാന്ന് പഠിക്കാം. സോ അതിനുവേണ്ടി നിങ്ങൾ പുതിയൊരു Reactstrapന്റെ ഒരു റിയാക്ട് പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാം. സോ അതിനുശേഷം വീഡിയോ കാണുക. സോ Reactstrap ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പുതിയൊരു റിയാക്ട് പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് Reactstrapന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവാം. ഇത് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ജസ്റ്റ് നമുക്ക് Reactstrapന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം.
ഇതിലും ഒരുപാട് തരത്തിൽ ഇൻബിൽഡ് ആയിട്ടുള്ള കോമ്പണൻസ് ഉണ്ട്, അതിന്റെ സ്റ്റൈലിംഗ് ഇൻബിൽഡ് ആയിട്ടുണ്ട്. സോ ജസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. സോ അതിനാണ് നമുക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയുള്ള ഒരു ഇൻസ്റ്റാളേഷൻ എന്ന് വെച്ചാൽ npm പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ അതിന്റെ വെബ്സൈറ്റ് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് സ്ക്രോൾ ചെയ്യാം. സോ ഇതിൽ നിങ്ങൾ എങ്ങനെ നമ്മുടെ ഈ ഒരു Reactstrap ഇൻസ്റ്റാൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടാവും. ജസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ npm ആയി ബൂട്ട്സ്ട്രാപ്പ് കോപ്പി ചെയ്യുക, പ്രൊജക്റ്റിലേക്ക് വരിക, പേസ്റ്റ് ചെയ്യുക, അതൊന്ന് ഇൻസ്റ്റാളേഷന് വെക്കുക. സോ അതിനുശേഷം npm ആയി ഈ ഒരു കമാൻഡ് കോപ്പി ചെയ്യുക, ജസ്റ്റ് ടെർമിനൽ ഓപ്പൺ ചെയ്യുക, ന്യൂ ടെർമിനൽ ഓപ്പൺ ചെയ്യുക, ജസ്റ്റ് അതും ഇൻസ്റ്റാളേഷന് വെക്കുക. സോ ജസ്റ്റ് നമുക്ക് ഈ ഒരു ഇമ്പോർട്ട് എന്നുള്ള ഈ ഒരു കമാൻഡ് എടുത്തിട്ട് സോഴ്സ് ഫോൾഡറിൽ index.jsൽ പോയിട്ട് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് index.jsൽ വരിക, ജസ്റ്റ് അതും ഇവിടെ പേസ്റ്റ് ചെയ്യുക. സോ നമ്മൾ ഇനീഷ്യൽ സെറ്റപ്പ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു കോമ്പണന്റ്, അതായത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് ജസ്റ്റ് ഏതെങ്കിലും ഒരു റാൻഡം ആയിട്ട് ഒരു കോമ്പണന്റ് എങ്ങനെ ഇതിന്റെ അകത്തേക്ക് യൂസ് ചെയ്യാൻ നോക്കാം. അതായത് ജസ്റ്റ് ഞാൻ നെയിം ബാർ എടുക്കാം, ജസ്റ്റ് മുകളിലുള്ള ഈ ഒരു നെയിം ബാർ ആണ്. സോ നമുക്ക് ഈ ഒരു നെയിം ബാർ നമ്മുടെ കോഡിലേക്ക് ഇങ്ങനെ നമ്മുടെ റിയാക്ട് പ്രൊജക്റ്റിലേക്ക് ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യാൻ നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് വരും. ഓക്കെ, സോ ജസ്റ്റ് ഇവിടെ ഷോ കോഡ് ക്ലിക്ക് ചെയ്യുന്നു, ജസ്റ്റ് കോപ്പി ചെയ്യുന്നു, ജസ്റ്റ് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് വരുന്നു, കൺട്രോളായി ക്ലിക്ക് ചെയ്ത് ഫുൾ ക്ലിയർ ചെയ്യുന്നു, ജസ്റ്റ് കൺട്രോൾ വി ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് പേസ്റ്റ് ചെയ്യുന്നു, ജസ്റ്റ് കൺട്രോൾ എസ് അടിച്ച് സേവ് ചെയ്യുന്നു, ജസ്റ്റ് npm സ്റ്റാർട്ട് അടിച്ച് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റ് റൺ ചെയ്യുന്നു. ജസ്റ്റ് നമ്മുടെ ഇതിൽ പോയാൽ ജസ്റ്റ് ആ ഒരു Reactstrapന്റെ ആ ഒരു നെയിം ബാർ കോമ്പണന്റ് ഇവിടെ വന്നിട്ടുണ്ടാവും. ജസ്റ്റ് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് വരുന്നുണ്ടാവും. ഇത്രയും സിമ്പിൾ ആണ്. ഇൻബിൽഡ് ആയിട്ടുള്ള എല്ലാ സ്റ്റൈലിങ്ങും നമ്മുടെ Reactstrapൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടുത്തെ പേര് മാറ്റേണ്ടത് നിങ്ങൾക്ക് ഒരു പ്രൊജക്റ്റ് പോയി പേര് മാറ്റാവുന്നതാണ്. സോ സിമ്പിൾ ആണ്. ഇൻബിൽഡ് ആയിട്ട് CSS ഫയൽസ് ഒക്കെ വരുന്നതുകൊണ്ട് കുറച്ചും കൂടി നമുക്ക് യൂസ്ഫുൾ ആണ്. നമ്മൾ ഹാർഡ്ലി CSS ഇത് വെച്ചിട്ട് എഴുതണ്ട. ഓക്കെ, സോ ഇത്രയാണ് Reactstrap ഇൻസ്റ്റാളേഷനും യൂസേജും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് Tailwind CSS എങ്ങനെ നമ്മുടെ പ്രൊജക്റ്റിൽ ഇൻസ്റ്റാൾ ചെയ്യാം, എങ്ങനെ യൂസ് ചെയ്യാം എന്നാണ്. സോ Tailwind CSSനായി നിങ്ങൾ ഒരു പുതിയൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ജസ്റ്റ് നിങ്ങളുടെ ടെർമിനൽ npm സ്റ്റാർട്ട് അടിച്ച് നമ്മുടെ പ്രൊജക്റ്റ് ഒന്ന് റൺ ചെയ്ത് വെക്കുക. സോ അതിനുശേഷം ജസ്റ്റ് ന്യൂ ടെർമിനൽ ഓപ്പൺ ചെയ്ത് നമുക്ക് ഇൻസ്റ്റാളേഷന് വേണ്ടി ഒരു പുതിയ ടെർമിനൽ ഓപ്പൺ ചെയ്ത് വെക്കാം. ഇനി ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ Tailwind CSSന്റെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് അത് വിസിറ്റ് ചെയ്യാം. സോ വിസിറ്റ് ചെയ്താൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു UI ആണ് ഉണ്ടാവുക. സോ നമുക്ക് ഇതിൽ ഇൻസ്റ്റാളേഷനിലേക്ക് കടക്കാം. സോ അതിനായിട്ട് ജസ്റ്റ് ഇവിടെ ഫ്രെയിംവർക്ക് ഗൈഡ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. സോ ജസ്റ്റ് സ്ക്രോൾ ചെയ്താൽ മനസ്സിലാവും ഇത് ഒരുപാട് ഫ്രെയിംവർക്സിന് നമ്മുടെ ഈ Tailwind CSS യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രെയിംവർക്ക് റിയാക്ട് ആണ്. ജസ്റ്റ് റിയാക്ടിലേക്ക് പോവുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പോ വായിച്ചു നോക്കുക ഓരോന്നായിട്ട്. സോ ജസ്റ്റ് നമ്മൾ Tailwind CSS യൂസ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു കമാൻഡ് കോപ്പി ചെയ്യുക, npm install. സോ ജസ്റ്റ് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് വന്ന് പേസ്റ്റ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. സോ അതിനുശേഷം ഈ ഒരു കമാൻഡ് കോപ്പി ചെയ്യുക, npm Tailwind CSS init. സോ ഓക്കെ, അത് കോപ്പി ചെയ്ത് ജസ്റ്റ് ഒരു സ്പ്ലിറ്റ് ടെർമിനൽ ക്ലിക്ക് ചെയ്യുക. സോ അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ വെക്കുക. സോ ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കോൺഫിഗ് ഫയൽ ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ആയി വരും. സോ അടുത്ത സ്റ്റെപ്പ് ഇവർ പറയുന്നത് ആ ജനറേറ്റ് ചെയ്തിട്ടുള്ള tailwind.config.js ഫയലിലേക്ക് ഇവർ തന്ന ഈ ഒരു കോഡ് പേസ്റ്റ് ചെയ്യാനാണ്. ജസ്റ്റ് കോപ്പി ചെയ്യുക, അവിടെ പോവുക, അവർ തന്ന ഈ ഒരു ഫയലിലേക്ക് നമ്മുടെ ആ ഒരു കോഡ് എൻറ്ററിൽ പേസ്റ്റ് ചെയ്യാം. സോ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവർ പറയുന്നത് വെച്ചാൽ നിങ്ങൾ index.css പോവുക, ഈ ഒരു കോഡ് കോപ്പി ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്യുക. ജസ്റ്റ് നമ്മുടെ സോഴ്സ് ഫോൾഡറിലെ index.css പോയി ഇവിടെ അവർ പറഞ്ഞ ആ ഒരു കോഡ് കൂടി കോപ്പി പേസ്റ്റ് അടിച്ചു. സോ ഇനി അവർ പറയുന്നത് വെച്ചാൽ ഇത് റൺ ചെയ്യാനാണ്. സോ ഇത് റൺ ചെയ്തതിന് മുന്നേ നിങ്ങൾ ഇവരെ തന്നെ രണ്ട് പാക്കേജും കൂടി ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്യണം. സോ അത് ഞാൻ പറഞ്ഞുതരാം. npm install hero icons/react. ഓക്കെ, എന്റർ അമർത്തുക. സോ അതുപോലെ തന്നെ ജസ്റ്റ് ഒരു സ്പ്ലിറ്റ് ടെർമിനലും കൂടി കൊടുക്കാം. അവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് ഇൻസ്റ്റാളേഷനിൽ ഇല്ലല്ലോ പിന്നെ എന്താണ് ഡൗൺലോഡ് ചെയ്യുന്നത്. സോ ഈ ഒരു പാക്കേജും കൂടി ഇൻസ്റ്റാൾ ചെയ്യണം റെഗുലർലി ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എറർ അടിക്കും. സോ നിങ്ങൾ
ജസ്റ്റ് ഒന്ന് ഈ ഞാൻ ഇപ്പൊ പറഞ്ഞ 2 പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാണ്ട് റൺ ചെയ്ത് നോക്കിയാൽ മതി. സോ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എറർ അടിക്കും. ജസ്റ്റ് നമുക്ക് ഇനി അടുത്ത പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാം. npm install tailwand/react. ഓക്കെ, സോ ഇവർ തരുന്ന കോമ്പൗണ്ട്സിലൊക്കെ ഈ ഹെഡിൽ SUI പിന്നെ മറ്റേ ഹീറോ ഐക്കൺസ് അതൊക്കെ ഉൾപ്പെടുന്നുണ്ട്. സോ അതും കൂടി ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ ഒരു അപ്ലോഡ് JS അവരുടെ കോമ്പൗണ്ട് ഇൻബിൽഡ് ആയിട്ടുള്ള അവരുടെ CSS ചെയ്ത കോമ്പൗണ്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്താൽ എറർ ഇല്ലാണ്ട് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ജസ്റ്റ് അതിനായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു കോമ്പൗണ്ട്സിലേക്ക് പോവാം. അവർ തരുന്ന എന്തൊക്കെ കോമ്പൗണ്ട്സ് ഉണ്ട് നോക്കാം. സോ ഇവിടെ കാണാം ഒരുപാട് കോമ്പൗണ്ട്സ് ഉണ്ട്. ചിലതൊക്കെ പെയ്ഡ് ആണ്, പക്ഷെ ചിലതൊക്കെ ഫ്രീ ആണ്. ഫ്രീ ആയിട്ടുള്ള നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് മോഡിഫൈ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓപ്പൺ സോഴ്സ് കോഡാണ്. ജസ്റ്റ് നമ്മൾ ഇവിടെ പ്രൈസ് എന്നുള്ള സെക്ഷൻ ക്ലിക്ക് ചെയ്തു. ജസ്റ്റ് കാണിച്ചു തരാം. ജസ്റ്റ് ഈ ഒരു പ്രൈസിങ് സെക്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. സോ അതിനുശേഷം നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടാവും സിമ്പിൾ നോട്ടിക്സ്. ഇതൊരു വെബ്സൈറ്റിന്റെ ഒരു UI ആണ്. ലൈക്ക് ഈ ഒരു പ്രൈസ് ടാഗും ടാക്സസ് ഫുള്ളി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഇവരുടെ ഇൻബിൽഡ് ആയിട്ടുള്ള റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റിന്റെ കോഡാണ്. ജസ്റ്റ് ഇതിൽ പ്രിവ്യൂ ആണ് ഇതുള്ളത്. ജസ്റ്റ് കോഡ് വേണ്ടെങ്കിൽ ജസ്റ്റ് കോഡിലേക്ക് ടൈപ്പ് ചെയ്താൽ റിയാക്ടിന്റെ എൻറ്റയർ കോഡ് ഇതിൽ വന്നിട്ടുണ്ടാവും. ജസ്റ്റ് ഇവിടെ കോപ്പി കോഡ് അടിക്കുക. നമ്മുടെ കോഡിലേക്ക് പോയി കൺട്രോൾ അമർത്തി എല്ലാം ക്ലിയർ ആയതിനു ശേഷം കൺട്രോൾ V അമർത്തി പേസ്റ്റ് ചെയ്യാം. ജസ്റ്റ് കൺട്രോൾ S അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലേക്ക് പോയി നോക്കാം. സോ ഇൻബിൽഡ് ആയിട്ട് നമ്മുടെ ആ ഒരു Tailwind CSS യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു വെബ്സൈറ്റ് ലോഡ് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും ഇൻബിൽഡ് ആയിട്ടുള്ള സ്റ്റൈലും അവിടെയുള്ള ടിക്ക് മാർക്കും ഒക്കെ ഇൻബിൽഡ് ആയിട്ട് CSS അവർ എഴുതിയതാണ്. സോ നിങ്ങൾക്ക് ഇത് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എററോ ഐ മീൻ ജസ്റ്റ് ഈ ഒരു UI വന്നിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഡിസ്കോഡിലേക്ക് പോവുക. ഓൾറെഡി റൺ ചെയ്യുന്നത് കൺട്രോൾ C അടിച്ച് S അടിച്ച് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് npm റൺ സ്റ്റാർട്ടിന് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്ത ആ ഒരു കോമ്പൗണ്ടിനെ റെൻഡർ ചെയ്തിട്ട് ഇപ്പൊ വന്ന പോലത്തെയുള്ള ഒരു UI നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി നമ്മുടെ Tailwind CSSന്റെ ഒരു പ്രോജക്റ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതും അതിന്റെ കോഡിംഗ് സ്ട്രക്ചറും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും. ക്ലാസ് നെയിം ഒക്കെ ഇൻബിൽഡ് ആയിട്ട് അവർ എഴുതി തന്നിട്ടുണ്ട്. നമുക്ക് എക്സ്ട്രാ CSS എഴുതേണ്ട യാതൊരുവിധ പണിയുമില്ല. സോ ജസ്റ്റ് ഇപ്പൊ നമ്മൾ റെൻഡർ ചെയ്ത പുതിയൊരു npm സ്റ്റാർട്ട് അടിച്ചിട്ട് npm റൺ സ്റ്റാർട്ട് അടിച്ച ശേഷം നമ്മുടെ ഇവിടെ ലോഡായി വന്നിട്ടുണ്ട്. സോ സെയിം ആണ്, രണ്ടും സെയിം തന്നെയാണ്. സോ നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നില്ലേ ഈ ഒരു വഴി ട്രൈ ചെയ്ത് നോക്കുക npm റൺ സ്റ്റാർട്ട് അടിച്ചിട്ട്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ 3 ഫ്രെയിംവർക്സിന്റെ ഒരു പരിചയപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. സോ ഇനി വരാൻ പോകുന്ന സെക്ഷൻസിൽ നിങ്ങൾക്ക് ഒരു പ്യുവർ CSS ആയിട്ട് റിയാക്ടിന്റെ ഫുൾ പ്രൊജക്ട് ഫുൾ പ്രൊഫഷണൽ വെബ്സൈറ്റ് നമ്മൾ ഉണ്ടാകും. അതിനുശേഷം CSSന്റെ എക്സ്റ്റൻഷൻ ആയ SCSS എന്നുള്ള ഒരു സ്റ്റൈലിംഗ് കോമ്പോണന്റ് ഉണ്ട്. സാസ് എന്ന് പറയും. അത് സാസി CSS എന്നാണ് കോമൺ ആയിട്ട് പറയാം. സോ ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതും കുറച്ചും കൂടി പോപ്പുലർ ആണ് ഇപ്പോ. സോ ഇത് യൂസ് ചെയ്തിട്ട് ഒരു പ്രൊഫഷണൽ ആയ വെബ്സൈറ്റ് ഉണ്ടാകും. അറ്റ്ലാസ്റ്റ് നമുക്ക് നമ്മുടെ ഈ UI ഫ്രെയിംവർക്സിലെ ടോപ്പ് ഫ്രെയിംവർക്ക് ആയ മെറ്റീരിയൽ UI വെച്ചിട്ട് ഒരു വെബ്സൈറ്റ് നമ്മൾ ബിൽഡ് ചെയ്യുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും കൂടുതൽ എൻക്വയറീസോ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. സോ താങ്ക് യു.